കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഫുമേലെ നിത്യ താരവും അതുപോലെ തന്നെ കേരളത്തിലെ ഈ ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രിയിലുള്ളവരുടെ എനർജി സോഴ്സുമാണ് താങ്കൾ എന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത്. നിങ്ങളെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. റാഫി പുത്തൂർ, നമസ്കാരം, സ്വാഗതം ഹിഫിന്റെ 6ാമത്തെ എഡിഷനിലേക്ക്. Thank you, Satara, for the kind words. ഓ സന്തോഷം. നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള പ്ലാനിലാണ് താങ്കളുടെ അടുത്ത്. കാരണം കേരളത്തിലെ ആ ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രിയുടെ മുൻപോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് വളരെയധികം വീക്ഷിച്ചിട്ടുള്ള ആളാണ് താങ്കൾ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹിഫിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു എക്സിബിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസൈൻസിൽ വന്നിട്ടുള്ള മാറ്റം, നമ്മളൊക്കെ ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ ഇത്രയും വെറൈറ്റീസ് വരുന്ന ഒരു സമയമാണ്. അതുപോലെ പഴമയിലേക്ക് തിരിച്ചു പോകുന്ന പഴയ ആ ഒരു കൊത്തുപണികളുടെ കാര്യമായിക്കോട്ടെ, ഡിസൈൻസിന്റെ കാര്യമായിക്കോട്ടെ, അത് അവിടെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു 10 വർഷം പുറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഇപ്പം എന്തൊക്കെ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫർണിച്ചർ ഇൻഡസ്ട്രി പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ കൂട്ടായ്മകൾ വന്നതിന് ശേഷം തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ 10 വർഷം മുമ്പ് തുടങ്ങിയത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലെ നമ്മുടെ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഹിഫ് പോലത്തെ എക്സിബിഷനുകൾ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയിരിക്കുന്നു. ഇവിടെ ഡിസൈൻസ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് തന്നെ വളരെ ഒരു കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ഞാൻ പങ്കെടുത്തിട്ടില്ല, അതിന് മുമ്പുള്ള പങ്കെടുത്തതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ, വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്. ഡിസൈനൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലാണ് ഡിസൈൻസ് ഒക്കെ കാണുന്നത്. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എല്ലാ ചെറുകിട ആളുകളാണ് ഈ ലെവലിലേക്ക് വന്നത്. ഇതിൽ ആദ്യത്തിൽ പങ്കെടുത്ത ആൾക്കാരും ഇന്ന് അവരെ അന്നിട്ട ചെറിയ സ്റ്റോളും ഇന്ന് കാണുന്നത് അവരുടെ ഗ്രോത്ത്, ആ ഗ്രോത്ത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു കുളിരാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതെ, ഈ ഒരു ഹിഫ് കൊടുക്കുന്ന ആ ഒരു പ്രോമിസ് ഉണ്ട്, ആ ഒരു റിട്ടേൺസ് കിട്ടും, അതുപോലെ കൂടുതൽ നെറ്റ്വർക്കിംഗ് പോസിബിൾ ആണ് എന്ന് പറയുന്നത്. നമ്മൾ ഹിഫിനെ പറ്റി പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒറ്റയ്ക്ക് നിന്ന് നേടുന്നതിനേക്കാൾ കൂടുതൽ ഒരു കൂട്ടായ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും കൂട്ടായ്മയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഫ്യൂമ എന്ന സംഘടന കൂട്ടായ്മയിലൂടെ കുതിച്ചുയരാന്നാണ് പറയുന്നത്. അത് കൂട്ടായ്മയിലൂടെ കുതിച്ചുയരും, ഇതാണ് നമ്മുടെ ആപ്തവാക്യം. അത് നമ്മൾ എല്ലാ മേഖലയിലാണെങ്കിലും, ഇപ്പൊ ഞാൻ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ആളാണ്, അവിടെയും ഇത് തന്നെയാണ് കാര്യം. നമ്മളവിടെ എല്ലാ തരം ആളുകളെയും കൂട്ടിച്ചേർക്കുക. കാരണം ഒറ്റയ്ക്ക് നമുക്ക് പൊരുതി ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂട്ടമായിട്ട് ഇരുന്ന് ഒരുമിച്ച് കൂടിയിരുന്നിട്ട് നമുക്ക് ആ സിനർജി ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഇവിടെ ഈ എക്സിബിഷൻ വന്നപ്പോൾ ആ ഒരു സിനർജിയും കാണുന്നുണ്ട്, എല്ലാവരിലും ഒരു പോസിറ്റീവ് വൈബ് ഇവിടെ കാണുന്നുണ്ട്. ഭയങ്കര വൈബുള്ളൊരു ആംബിയൻസ് ഉള്ള ഇവിടെ കാണുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഡിസൈൻസും ഒക്കെ നമ്മളെ എല്ലാവരും ഇൻ്റർനാഷണൽ എക്സിബിഷന് പോകുന്ന ആളുകളാണ്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം ഏതാണ് എങ്ങനെയാണ്. ലോകത്തെ എവിടെ നടക്കുകയാണെങ്കിലും, മിലാൻ എക്സിബിഷൻ ആണെങ്കിലും, സ്പാനിഷ് ഇതിലെ എക്സിബിഷൻസ് ആണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മൾ എല്ലായിടത്തും പോയി കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾ അവിടെ വരുന്നവരും കുറേ അധികം ആളുകൾക്ക് ധാരണയുണ്ട്. കുറേ ആളുകൾക്ക് ഇവിടെ വന്നിട്ടാണ് ധാരണകൾ ഉണ്ടാക്കാൻ സാധിക്കുക. എന്തായാലും ഇങ്ങനത്തെ എക്സിബിഷൻ വളരെ നന്നായി രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. HIF, Hindustan International Furniture Fair.